6ാം ക്ലാസ്സിലാണ് അവളെ കാണുന്നത് ആദ്യമായിട്ട്. അപ്പോഴൊക്കെ ഫ്രണ്ട്സ് ആ ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ജാടയായിരുന്നു, പറയുമായിരുന്നു, മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ 7ാം ക്ലാസ് ഒക്കെ ആയപ്പോ ഫ്രണ്ട്സായി, ബെസ്റ്റ് ഫ്രണ്ട്സായി, പിന്നെ ആയി ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ടായി, ഇങ്ങനെ പെട്ടു. കാരണം എന്നല്ല, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇവനിൽ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് എപ്പോൾ വിഷമം വന്നാലും, ഞങ്ങൾ കമ്മിറ്റഡ് ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് എപ്പോൾ വിഷമം വന്നാലും ഇവനെ നോക്കിയാൽ ഞാൻ ഓക്കെ ആവുമായിരുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് റീസൺ ആണ്. 2, എന്നെ ഇവനല്ലാണ്ട് വേറെ ആരും അത്രയും സമാധാനിപ്പിക്കാറില്ല. അപ്പം ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് ഇവനോളം വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ പറയും. വീട്ടുകാരെ സമ്മതത്തോടെ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛനമ്മയും എല്ലാവരും ഭയങ്കര ഹാപ്പി. ഇവന്റെ വീട്ടിൽ കുറച്ച് അധികം എളുപ്പമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ എന്റെ വീട്ടിലായി ഓർത്തിട്ടായിരുന്നു. എന്റെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പൊതുവെ. ബോയ്സ് വീട്ടിൽ വിളിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. സോ അത്രയും ടിപ്പിക്കലായിരുന്നു പപ്പ. അപ്പം പക്ഷെ ഇത് പറഞ്ഞപ്പോൾ എന്തോ വളരെ നോർമലായിട്ടായിരുന്നു പപ്പയുടെ റിയാക്ഷൻ. ഞാൻ പ്രതീക്ഷിച്ച, പക്ഷെ പറഞ്ഞപ്പം വളരെ സ്മൂത്തായിട്ട് തന്നെ പ്രോസസ്സ് അങ്ങ് പോയി. ഞങ്ങൾ വിചാരിച്ച പോലെ അങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. നല്ലൊരു എൻഡിങ് ആയിട്ട് അങ്ങ് പോയി. മോന്റെ ഇഷ്ടം അവന് ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്പം അമ്മ എന്ന നിലയിൽ എനിക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞ സന്തോഷമായിരുന്നു മോൻ്റെ കാര്യത്തിൽ. അവൻ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ തന്നെ അവൻ ഇത് സ്വീകരിച്ചതും അതിൻ്റെ ചടങ്ങൊക്കെ നടന്നൊക്കെ ഇരിക്കുന്നു. ഭയങ്കരമായിട്ട് സന്തോഷം ഒരു അമ്മ എന്ന നിലയിൽ. പിന്നെ അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ മോളും അതേപോലെ തന്നെയാണ് ഞങ്ങളോട് എന്നോട്ട് ഞങ്ങൾ അറിയാമോ അന്നോട്ട് ഇതുവരേക്കും ആൻറ്റി എന്ന് വിളിച്ചു, ഇപ്പം മമ്മി എന്ന് വിളിക്കുക, മമ്മിയും ഡാഡി എന്ന് വിളിക്കുക. മോളും അതേപോലെ തന്നെ ഒരു ഗുഡ് ഫ്രണ്ട്, ഒരു നല്ല ഫ്രണ്ട് എന്ന രീതിയിൽ നമുക്ക് വലിയ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പറയാം, കണ്ടില്ല, നല്ല ആക്ടിവിറ്റിയാണ്. പിന്നെ ബാഡ്മിൻ്റൺ കളിക്കും, പിന്നെ ഗെയിം കളിക്കും, നല്ലൊരു ഡാൻസ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരുന്നു. മനസ്സുകൊണ്ട് ചിലപ്പോൾ വിചാരിച്ചിരുന്നു, ഇങ്ങനത്തെ ഒരു പെണ്ണിന് എൻ്റെ മോന് കിട്ടിയെന്ന കൊള്ളാം എന്നൊക്കെ നമ്മൾ വിചാരിക്കത്തില്ല. അതുപോലെ വിചാരിച്ചിട്ടുണ്ട്. അത് തന്നെ നടക്കുകയും ചെയ്തു. അവരുടെ ഇഷ്ടമാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമാണ്. സന്തോഷം ദിവസമായിരുന്നു.
നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ മനമാകയോ പുതുസൗരഭം തെരുവിൽ തിനവയൽക്കരയിൽ ഇരുനിഴൽ ചേരും പോലെ പരിചിതമാകും പോലെ മൊഴിയിൽ നിറയും മധുര വിചാരം പല കഥ ചൊല്ലും പോലെ പരിമൃദുഗാനം പോലെ
കാലത്തിൽ ഇതുവരെ വിജയത്തിൽ കുടുംബത്തില എംഎൻആറെ 113 കൃഷ്ണാശ്രമയിൽ താമസം ശ്രീമാൻ രാധാകൃഷ്ണൻ നായരുടെയും ശ്രീമതി ദീപ രാധാകൃഷ്ണന്റെയും മകൻ ഗ്രീഷ്മ ആർ നായരും ഇളപ്പിട്ടിടയിൽ പേരാട് ആർമി ഭവനിൽ താമസം ശ്രീമാൻ സതീഷ് കുമാറിന്റെയും ശ്രീമതി സിന്ധു എസ് കുമാറിന്റെയും മകൻ സായി സംഗീത തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് ഇവിടെ നടന്നത്. ഇവർ തമ്മിലുള്ള വിവാഹ തീയതി പിന്നീടായിട്ടില്ല. നമസ്കാരം. അതെ, പിന്നെ ഞങ്ങൾ വിചാരിച്ചതിനൊക്കെ സന്തോഷവും നല്ല ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ മോളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അത് എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം. നല്ലോണം ജീവിക്കട്ടെ. എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ നേരുന്നു. കല്യാണമായിട്ടുള്ള നിശ്ചയമാണ് കഴിഞ്ഞത്. ഒരു വർഷത്തിനകത്തൊക്കെ കല്യാണം ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അവർക്കൊരു നല്ല ജീവിതം ഞങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും അവർക്ക് ഉണ്ടാവും. സായി നല്ലൊരു പയ്യനാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ പോലുള്ള എന്താ പറയുക ബഹളങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന, അതിലുപരി എൻ്റെ മോളെ നല്ല രീതിയിൽ അവർ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൾക്ക് അവൻ നല്ലൊരു ഭർത്താവായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അവരെ എനിക്കറിയാം, ഞാൻ നേരത്തെ സായിനെ എനിക്കറിയാം. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പെട്ടെന്നൊരു പരിചയമില്ലാത്ത ഒരാളായിട്ട് തോന്നുന്നില്ല. അവനെ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ടും എനിക്ക് അവൻ എൻ്റെ മോനെ പോലെയാണ് അന്നും ഇന്നും. അപ്പോൾ അവൻ കുടുംബത്തിൽ വന്ന് കയറിയപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇന്ന് കണ്ട ഈ സ്നേഹവും ഈ എല്ലാവരുമായിട്ടുള്ള ഒത്തൊരുമയും എന്നും എപ്പോഴും ജഗദീശൻ നിലനിർത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവളുടെ ആഗ്രഹം പോലെ തന്നെയാണ് അവളിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേഷ്യമുണ്ട്, പെട്ടെന്ന് വരും, പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് തണുത്തോടും. പിന്നെ അവളുടെ ആ ദേഷ്യവും ഇതൊക്കെ അവൻ മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് അവരും പോകുന്നുണ്ട്. ഇനിയും ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ഇത് അങ്ങേറ്റം വരെയും പോകും.
पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। पागल पागल है थोड़े बादल, बादल हैं दोनों खुल के, पर से भी गया जरा। पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा। गलत क्या सही क्या मुझे ना पता है, तुम्हें अगर पता हो बता देना। मैं अरसे से खुद से जरा लापता हूँ, तुम्हें अगर मिलूं तो बता देना। खो न जाना मुझे देखते देखते, तू ही जरिया तू ही मंजिल है या के दिल है, इतना बता। तूने छुआ जख्मों को मेरे, मरहम मरहम दिल पे लगा।
മകൾ ഒരുപാട് സന്തോഷം. അവൾ ഇത്രയും വളർന്നു എന്ന് ശരിക്കും എനിക്ക് തോന്നിപ്പിക്കുന്ന നിമിഷമായിരുന്നു അവളെ സ്റ്റേജിൽ അവളുടെ പയ്യനൊപ്പം കണ്ടപ്പോൾ. എന്ത് പറയാനാണ്, അതിഭയങ്കരമായ സന്തോഷം. ഒപ്പം അവൾ വളർന്നു, വലുതായി, ഇനി അവൾക്ക് പുതിയൊരു ജീവിതം വരുന്നു എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കിടയിലെ എന്താ പറയുക, ചൈൽഡ്ഹുഡ് മെമ്മറീസും നൊസ്റ്റാൾജിയും ഒക്കെ ഭയങ്കരമായി കയറി വരുന്നൊരു പ്രത്യേക നിമിഷം. അവർക്ക് എല്ലാവിധ വിശ്വസും മംഗളങ്ങളും നേരിടുന്നു. ഞങ്ങൾ ഒരുപാട് പ്രായ വ്യത്യാസം ഉണ്ടായാലും ഞങ്ങളന്ന് ഭയങ്കര സിംഗാണ്. ഒരു വലിയ ചേട്ടനോടെന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത്. എന്നാലും ഞങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പാണ്, നല്ല ഫ്രണ്ട്ഷിപ്പിനെ പോലാണ് നല്ലൊരു ലൈഫ് രണ്ടുപേർക്കും കിട്ടട്ടെ എന്ന് പറയും. സായി എനിക്ക് അവന്റെ 12ാമത്തെ വയസ്സ് തൊട്ട് അറിയാം. അപ്പം അവൻ എന്നെ സംബന്ധിച്ചോളം അവൻ എൻ്റെ അനിയനായിട്ട് തന്നെയാണ് വളർന്നു കണ്ടത്. ഇപ്പോഴും എനിക്ക് അവൻ അങ്ങനെ ഒരു പുതിയ ആളായിട്ട് ഒരു സ്ട്രേഞ്ചറേ അല്ല. എനിക്ക് ചിന്നുവിനെ കണ്ട് ചിന്നു വളർന്നു വരുന്ന കാണുന്നൊപ്പം തന്നെയാണ് അവൻ വളർന്നു വരുന്നത് ഞാൻ കണ്ടത്. അവനെ ബ്രദറിലായിട്ടല്ല, എൻ്റെ അനിയനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളതും. ഇപ്പോഴും വ്യത്യാസമില്ല, അങ്ങനെ തന്നെ തുടരുന്നു. അവളുടെ വരനായി അവനെ തന്നെ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ടും എന്താ പറയുക, തികച്ചും ഈ ഒരു മൊമെന്റിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്ന, സന്തോഷം എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അളിയനും അനിയത്തിക്കും അതെ ഞങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹവും ഐശ്വര്യവും എല്ലാം പ്രാർത്ഥനകളും എല്ലാം എപ്പോഴും അവരോടൊപ്പം ഉണ്ട്.